തൃശൂർ കുന്നംകുളത്ത് യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാടഞ്ചേരി വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. മോഷണശ്രമത്തിനിടയിലാണ് കൊലപാതകം. പ്രതി മുതുവറ സ്വദേശി കണ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്നും സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി. സിന്ധുവിന്റെ ബന്ധുവാണ് കണ്ണൻ. ഏകദേശം എത്ര മണിക്കാ സംഭവം? 8 മണി ഉണ്ടാവില്ലേ? എന്ത് കളർ ഡ്രസ് അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ ആളെ? കറുപ്പ് ബനിയനായിട്ടിരിക്കുന്നത്. ഇത് ആള് ഏത് വഴിയാ? ഫ്രണ്ടിൽ കൂടെ തന്നെ വന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ടില്ല. അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്ത് കടന്നിട്ടില്ല. അപ്പൊ തന്നെ വാതിലടച്ചു. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, എപ്പോഴാണ് ഈ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്? ഈ പ്രതിയായ കണ്ണന് ഈ കൊലപാതകം നടത്തിയതിന് പിന്നിൽ എന്താണ് എന്ന് പോലീസ് പറയുന്നുണ്ടോ? കണ്ണൻ തന്നെയാണോ പ്രതി? ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അജയ് കുഞ്ഞുമോൻ, രാത്രി 8 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഭർത്താവ്, സിന്ധുവിന്റെ ഭർത്താവ് പുറത്ത് സാധനങ്ങൾ കടയിലേക്ക് വാങ്ങാൻ പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് സിന്ധു ഒറ്റയ്ക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയൽവാസികൾ ഇത്തരത്തിൽ ഒരാളെ ആ വീട്ടിൽ കണ്ടിരുന്നു. ബന്ധുവാണെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അവരുടെ കണക്കൂട്ടൽ തെറ്റിയിരുന്നില്ല, ബന്ധു തന്നെയായിരുന്നു. പക്ഷേ ഉദ്ദേശം സൗഹൃദം പങ്കുവെക്കാനായിരുന്നില്ല. ഈ മോഷണവും ശ്രമമാണ് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം സിന്ധുവിന്റെ കഴുത്തറുത്ത കൊലപാതകത്തിന് ശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ സിന്ധുവിന്റെ നിന്നുള്ള നഷ്ടമായിരുന്നു. ഇപ്പോൾ പിടിയിലായ കണ്ണനിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആനായ്ക്കലിൽ നിന്നുമാണ് ഈ പ്രതിയെ പിടികൂടിയത്. നാട്ടുകാരാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത്. തുടർന്ന് പോലീസിന് കൈമാറുകയായിരുന്നു. കണ്ണനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ സിന്ധുവിന്റെ ബന്ധുവാണ് കണ്ണൻ എന്നാണ് നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. കണ്ണൻ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ മോഷണശ്രമം തന്നെയായിരിക്കും. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, വേറെ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ പ്രാഥമികമായി പോലീസ് കരുതുന്നത് ഇത് ഒരു മോഷണശ്രമത്തിനിടയിൽ ഉണ്ടായ കൊലപാതകം തന്നെയാണ് എന്നാണ്. ശരി, കെ അഖിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.